കാന്താര എന്ന സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച് കളഞ്ഞ ഒരു ദൃശ്യാനുഭവമാണ്. എന്നാൽ ഈ സിനിമയുടെ ആത്മാവ് കുടികൊള്ളുന്നത് അവിടെ അവതരിപ്പിച്ച വെറുമൊരു കഥയിലല്ല, മറിച്ച് തുളുനാടിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദൈവാരാധന എന്ന വിശ്വാസത്തിലാണ്. ഇവിടെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾ വെറും കെട്ടുകഥകളല്ല, മറിച്ച് അവിടുത്തെ ജനതയുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷകരാണ്. ആരാണ് ഈ ദൈവങ്ങൾ? എന്താണ് അവരുടെ ചരിത്രപരമായ പ്രാധാന്യം? നമുക്ക് വിശദമായി തന്നെ അറിയാം. ദൈവം അഥവാ ഭൂതം എന്ന സങ്കല്പം പൊതുവെയുള്ള ഹിന്ദുമത സങ്കല്പങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇവർ ഒരു പ്രത്യേക ദേശത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ചിലപ്പോൾ വ്യക്തികളുടെ പോലും സംരക്ഷക ദൈവങ്ങളാണ്. വൈദിക കാലഘട്ടത്തിന് മുൻപ് തന്നെ ഇവരുടെ ആരാധന നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്നു. കാന്താര സിനിമയിൽ പ്രധാനമായും 2 ദൈവങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിലൊന്നാണ് പഞ്ചുരുളി ദൈവം. ഒരു കാട്ടുപന്നിയുടെ രൂപമാണ് ഈ ദൈവത്തിന്. പഞ്ചുരുളി ഐതിഹ്യം അനുസരിച്ച് ശുംഭാസുരനെയും നിശുംഭാസുരനെയും വധിക്കാൻ ദേവി അവതാരമെടുത്തപ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്ന് ജനിച്ച വരാഹി ദേവിയാണ് പഞ്ചുരുളി. പഞ്ചി എന്നാൽ തുളു ഭാഷയിൽ പന്നിയാണ്. അതിനാൽ പന്നി രൂപത്തിലുള്ള ഈ ദേവതയ്ക്ക് പഞ്ചുരുളി എന്ന് പേര് ലഭിച്ചു. പഞ്ചവീരന്മാരെ വധിക്കാൻ അവതരിച്ച ദേവിയെന്നും ഈ ദേവതയെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. ഗുളിക ദൈവം ശിവന്റെ ക്രോധത്തിൽ നിന്ന് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന നീതി നടപ്പിലാക്കുന്ന ഉഗ്രരൂപിയായ ദൈവമാണ് ഗുളികൻ. ഈ 2 ദൈവങ്ങളും തുളുനാട്ടിലെ ജനങ്ങളുടെ വിധിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഐതിഹ്യങ്ങളനുസരിച്ച് പലപ്പോഴും ഈ 2 ദൈവങ്ങളും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നു. ദൈവാരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് ഭൂതകോലം അഥവാ തെയ്യം പോലെയുള്ള ആചാരം. എന്താണ് ഭൂതകോലം? ഇത് കേവലം ഒരു നൃത്തമല്ല, മറിച്ച് ദൈവത്തെ മനുഷ്യ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ഒരു ആചാരപരമായ അനുഷ്ഠാനമാണ്. ദൈവനർത്തകൻ ഈ സമയത്ത് ദൈവത്തിൻ്റെ ഭാവങ്ങളും ചലനങ്ങളും അനുകരിക്കുന്നു. ആവാഹനം: കോലത്തിനടിയിൽ ദൈവത്തിൻ്റെ ശക്തി നർത്തകനിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം ദൈവം തന്നെയായി മാറുന്നുവെന്നാണ് വിശ്വാസം. ഈ അവസ്ഥയിൽ ദൈവനർത്തകന്റെ വാക്കുകൾ പ്രവചനങ്ങളായും വിധികളായും ഉപദേശങ്ങളായും കണക്കാക്കപ്പെടുന്നു. ഭൂതകോലം എന്നത് തുളു സമുദായത്തിന് ഒരു കോടതി പോലെയാണ്. തർക്കങ്ങളും പരാതികളും പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ മുന്നിൽ വയ്ക്കുകയും ദൈവം അവയ്ക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നു. ഇവിടുത്തെ സാമൂഹിക നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. കാന്താര എന്ന സിനിമ ഈ ആചാരങ്ങളുടെ തീവ്രതയും ആഴവും ലോകത്തിന് മുന്നിലെത്തിച്ചു. ദൈവനർത്തകന്റെ അവതരണവും ആവാഹിക്കപ്പെട്ടതിന് ശേഷമുള്ള ഭാവപ്പകർച്ചകളും അവിശ്വസനീയമായിരുന്നു. എങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകർ എടുത്തു പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്: ദൈവാരാധന എന്നത് ഒരു വിശ്വാസമാണ്, അല്ലാതെ അനുകരിക്കാനുള്ള ഒരു പ്രകടനമല്ല. ഈ ആചാരങ്ങളെ തമാശയാക്കുകയോ കോലം കെട്ടി പൊതുസ്ഥലങ്ങളിൽ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് തുളു സമുദായത്തിന്റെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുമെന്നും ഈ ആചാരത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാന്താര നമുക്ക് സമ്മാനിച്ചത് ഒരു സിനിമ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രകൃതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള അദൃശ്യമായ ബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. വനത്തെ സംരക്ഷിക്കുന്ന ദൈവങ്ങളും ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരും. ഈ വിശ്വാസം ഇന്നും തുളുനാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഒരു ജീവസുറ്റ സംസ്കാരമായി നിലനിൽക്കുന്നു. അടുത്ത തവണ നിങ്ങൾ കാന്താര കാണുമ്പോൾ അത് വെറും ഒരു സിനിമാറ്റിക് ഭംഗിയായി മാത്രം കാണാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജനതയുടെ ആഴമായ വിശ്വാസത്തെയും ഭൂതകോലം എന്ന ആചാരത്തിന്റെ പവിത്രതയെയും ഓർക്കുക.